ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിന്റെ ഇന്ത്യയിലെ രംഗപ്രവേശനം ഉറപ്പായിരിക്കുകയാണ്. ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ എന്നീ കമ്പനികളുമായി സഹകരിച്ചാണ് മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് എത്തിക്കുക. നിലവിൽ സ്റ്റാർലിങ്ക് ഇന്ത്യൻ ഉപയോക്താക്കൾക്കുള്ള താരിഫ് നിരക്കുകൾ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും എത്രയായിരിക്കും സ്റ്റാർലിങ്ക് സേവനത്തിന് ഒരു മാസം ഇന്ത്യൻ ഉപയോക്താക്കൾ മുടക്കേണ്ടി വരിക എന്നതിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. 2021 മുതൽ സ്റ്റാർലിങ്ക് ഇന്ത്യൻ വിപണിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. 2022 അന്നത്തെ സ്റ്റാർലിങ്ക് ഇന്ത്യ ഡയറക്ടർ സഞ്ജയ് ഭാർഗവ് ആദ്യ വർഷത്തേക്ക് ഈ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനത്തിന് 1,58,000 രൂപ ചിലവാകുമെന്ന് പറഞ്ഞിരുന്നു. രണ്ടാം വർഷം മുതൽ ഇതിന് 1,15,000 രൂപ ചിലവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പ്ലാനുകളുടെയും ഹാർഡ്വെയറിന്റെയും വില സ്റ്റാർലിങ്കിന്റെ മാതൃ കമ്പനിയായ സ്പേസ് എക്സ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ പ്രവർത്തനത്തിന് അന്തിമ അനുമതി ലഭിച്ച ശേഷമാകും താരിഫ് പ്ലാനുകൾ സ്റ്റാർലിങ്ക് പ്രഖ്യാപിക്കുക.